സൗദി റിയാദ് ജയിലിൽ 18 വർഷമായി കഴിയുന്ന കോഴിക്കോട് കോടാമ്പുഴ സ്വദേശി അബ്ദുൾ റഹീം കേസുമായി ബന്ധപ്പെട്ട് റിയാദ് കോടതിയിൽ നടന്നത് 11 സിറ്റിംഗുകൾ. സൗദി സ്വദേശി അനസ് എന്ന ബാലൻ മരണപ്പെട്ട കേസിലാണ് അബ്ദുൾ റഹീം 19 വർഷത്തോളമായി സൗദി ജയിലിൽ കഴിയുന്നത്. ആക്സിഡന്റിൽ ചികിത്സയിൽ കഴിയുന്ന അബ്ദുൾ റഹീമിന്റെ സ്പോൺസറുടെ 15 വയസ്സുള്ള അനസ് അൽ ഷഹിരിയാണ് അബ്ദുൾ റഹീമിന്റെ അബദ്ധവശാൽ കഴുത്തിൽ ഘടിപ്പിച്ച ശ്വസനയന്ത്രം തകരാറിലായതുമൂലം മരണപ്പെട്ടത്. ഒരിക്കലും ഇത് അബ്ദുൾ റഹീം കരുതിക്കൂട്ടി ചെയ്ത കാര്യമല്ല. ട്രാഫിക് നിയമങ്ങൾ ലംഘിച്ച് വണ്ടി മുന്നോട്ടെടുക്കാൻ പറഞ്ഞപ്പോൾ അത് അനുസരിക്കാത്ത കുട്ടി റഹീമിനോട് മോശമായി പെരുമാറിയപ്പോൾ അത് തടുക്കാൻ വേണ്ടി റഹീം കൈ ഉയർത്തിയത് കഴുത്തിൽ ഘടിപ്പിച്ച ശ്വസനയന്ത്രത്തിൽ തട്ടുകയായിരുന്നു. അതിനുശേഷം 18 വർഷം അബ്ദുൾ റഹീം ജയിലിൽ മരണത്തെ കാത്ത് കിടന്നത് തൻ്റെ ഉമ്മയായ പാത്തുമ്മ ഉമ്മ നിറക്കണ്ണുകളോടെ തൻ്റെ മകന് സംഭവിച്ച കാര്യം ജനങ്ങളോട് പറഞ്ഞ വേളയിലാണ് അത് ജനശ്രദ്ധ നേടിയത്. കൂടാതെ അബ്ദുൾ റഹീമിൻ്റെ വധശിക്ഷ നടപ്പിലാക്കാൻ പോകുന്നു എന്നുള്ള വാർത്തകളും ആ ഇടയിൽ പ്രചരിച്ചിരുന്നു. അങ്ങനെ 2024 ജൂലൈയിലാണ് ആ പണം കണ്ടെത്തി അബ്ദുൾ റഹീമിൻ്റെ വധശിക്ഷ റദ്ദ് ചെയ്യുന്നത്. അതിനുശേഷം ഇതുവരെ അബ്ദുൾ റഹീം നാട്ടിലെത്തിയില്ല. ഇതിൻ്റെ കാരണം എന്താണെന്ന് ചോദിക്കുന്നവർക്ക് സഹായ സമിതി നൽകുന്നത് ഇത്തരത്തിലുള്ള വാക്കുകളാണ്. ഗവർണറേറ്റിൽ നിന്നും കോടതി ആവശ്യപ്പെട്ട ചില രേഖകൾ ഇതുവരെ കോടതിക്ക് ലഭിക്കാത്തത് കൊണ്ടാണ് അബ്ദുൾ റഹീമിൻ്റെ മോചനം സാധ്യമാകാതിരിക്കുന്നത് എന്ന്. ദിയാപ്പണം കുടുംബം കൈപ്പറ്റിയിട്ട് 1 വർഷം തികയാറായി. എന്നിട്ടും അബ്ദുൾ റഹീമിൻ്റെ മോചനത്തിൽ യാതൊരു പരിഗണനയും ഉണ്ടായില്ല. അതുകൊണ്ട് തന്നെ തൻ്റെ മകനെ ഒരു നോക്ക് കാണാനും ഇനിയുള്ള കാലം അബ്ദുൾ റഹീമിൻ്റെ കൂടെ ജീവിക്കണമെന്ന് ആഗ്രഹിച്ച് ജീവിക്കുന്ന പാത്തുമ്മ ഉമ്മയുടെ ഈ ആഗ്രഹങ്ങൾ ഇതുവരെ നടന്നില്ല. അതിൻ്റെ വേദനയിൽ നിരന്തരം കണ്ണീരിലാണ് പാവം പാത്തുമ്മ ഉമ്മ. ദിയാപ്പണം നൽകിയിട്ടും മാസങ്ങളായിട്ടും അബ്ദുൾ റഹീം നാട്ടിലെത്താത്തതിൻ്റെ പേരിൽ തൻ്റെ മകനെ സൗദിയിൽ പോയെങ്കിലും ഒരു നോക്കി എനിക്ക് കാണണം എന്ന് പറഞ്ഞ പാത്തുമ്മ ഉമ്മയുടെ അഭ്യർത്ഥന പരിഗണിച്ച് കുടുംബം പാത്തുമ്മ ഉമ്മയെ മാസങ്ങൾക്ക് മുമ്പ് അബ്ദുൾ റഹീമിനെ സൗദി റിയാദ് ജയിലിലെത്തിച്ച് കാണിച്ചിരുന്നു. അതിനുശേഷം എൻ്റെ മകൻ ഇന്ന് വരും നാളെ വരും എന്ന് പറഞ്ഞ് പാത്തുമ്മ ഉമ്മ ദിവസങ്ങൾ തള്ളി നീക്കാൻ തുടങ്ങിയിട്ട് മാസങ്ങളായി. എന്നാൽ ഇപ്പോൾ അബ്ദുൾ റഹീമിൻ്റെ കാര്യത്തിൽ വ്യക്തമായ തീരുമാനം വന്നിരിക്കുന്നു. കോടതി ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന രേഖകളെല്ലാം ഇപ്പോൾ കോടതിയിൽ എത്തിയിരിക്കുന്നു. ഇനി അബ്ദുൾ റഹീം എത്രയും പെട്ടെന്ന് തന്നെ നാട്ടിലെത്തും എന്നുള്ള വാർത്തയാണ് പുറത്തു വന്നത്. അബ്ദുൾ റഹീമിൻ്റെ സഹായ സമിതി ഈ കാര്യത്തിൽ വീഴ്ചകളുണ്ടാക്കി എന്നുള്ള പല കാര്യങ്ങളും പല ചാനലുകളും ചർച്ച ചെയ്തിരുന്നു. എന്നാൽ അതൊന്നും സത്യമല്ലെന്ന് അബ്ദുൾ റഹീം സഹായ സമിതി അംഗങ്ങൾ അബ്ദുൾ റഹീമിൻ്റെ കേസ് നാൾ വഴികൾ വിശദീകരിച്ച വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കി. കഷ്ടത തീർക്കാൻ വേണ്ടിയാണ് അബ്ദുൾ റഹീം സൗദി റിയാദിൽ ഡ്രൈവർ ജോലിക്കായി പോയത്. പക്ഷേ റഹീമിനെ കാത്തിരുന്നത് അതിഭീകരമായ പരീക്ഷണങ്ങളായിരുന്നു. പാത്തുമ്മ ഉമ്മയുടെ കണ്ണീര് അബ്ദുൾ റഹീമിൻ്റെ രക്ഷയ്ക്ക് കാരണമായി മാറി.